വീടുകളിൽ കെട്ടിക്കിടക്കുന്ന ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഇനി പണമുണ്ടാക്കുന്ന വഴിയായി മാറുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയാണ് ഇതിനെ തുടക്കം കുറിച്ചിരിക്കുന്നത്. എരുമപ്പെട്ടി തെക്കുംകര പഞ്ചായത്തുകളും ഈ പദ്ധതിയിൽ പങ്കാളികളാണ്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഈ മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. ഫെബ്രുവരി 20 മുതലാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഈ മാലിന്യങ്ങൾ കത്തിക്കുകയോ മറ്റ് ഏജൻസികൾക്ക് നൽകുകയോ ചെയ്യുന്ന രീതിക്ക് ഇത് മാറ്റം വരുത്തും. ഈ വേസ്റ്റുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക അപകടകരമാണ്. അതിനാൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിലൂടെ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ഉണ്ടാകുന്ന ദോഷങ്ങൾ ഒഴിവാക്കാം. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി പ്ലാസ്റ്റിക് കൈമാറിയിരുന്നെങ്കിൽ ഈ വേസ്റ്റിന്റെ തൂക്കത്തിനനുസരിച്ച് പണം ലഭിക്കും എന്നതാണ് പ്രധാന പ്രത്യേകത. ഈ വേസ്റ്റ് ശേഖരണത്തിന് മുന്നോടിയായി ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ക്ലീൻ കേരള കമ്പനി പരിശീലനം നൽകി. പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ചു. ഈ വേസ്റ്റ് മാലിന്യ ഡ്രൈവ് നടത്തുകയാണ്. നമ്മളിതിനൊക്കെ മുമ്പ് ഡയപ്പർ വേസ്റ്റ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിരുന്നു. ഡയപ്പർ വേസ്റ്റ് അതും 1 കിലോ ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കാശ് വയ്ക്കുക. ഇവിടെ നമ്മൾ ഒരുക്കുന്ന ഈ വേസ്റ്റിന്റെ ഭാഗമായി ഓരോ ഐറ്റത്തിനും ഇത്ര രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അതോടൊപ്പം തന്നെ വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ്.